വിദ്യാഭ്യാസ രംഗത്തെ അമിതമായി രാഷ്ട്രീയവൽക്കരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യച്യുതിയാണ് ഇന്ന് 10 വർഷക്കാലത്തെ പിണറായി വിജയൻ ഭരണം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. നേരാവണ്ണം വഴക്കുല ആരെഴുതിയതെന്ന് അറിയാത്തവർക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്നു, നേരെ പരീക്ഷ എഴുതാത്തവനെ ജയിപ്പിക്കുന്നു, ബികോം തോറ്റവനെ എംകോമിന് അഡ്മിഷൻ കൊടുക്കുന്നു. എന്തൊക്കെ ഈ കാലയളവിൽ നടന്നു? കൊല്ലത്തെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കുക, ഒരു നോളജ് സിറ്റി ആക്കുവാനുള്ള മാറുന്ന കാലഘട്ടത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരു വലിയ സാധ്യത ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാവരും കൊടുക്കുന്ന ഖജനാവിലെ പണം എടുത്ത് ധൂർത്തടിക്കുകയും ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും വാരി കൊടുക്കുകയും ചെയ്യുന്ന ആ സാഹചര്യം തീർച്ചയായും അന്വേഷിച്ചേ മതിയോ, അത് അവസാനിപ്പിച്ചേ മതിയോ. നൈറ്റ് ലൈഫ് എക്കണോമിയെക്കുറിച്ച് അതിനുള്ള സാധ്യതയല്ല നടപ്പാക്കും. സാധ്യതകൾ ഒരുപാട് കിടപ്പുണ്ട്. അത് ഇച്ഛാശക്തിയോടുകൂടി നമ്മൾ കൊല്ലത്തിന് വേണ്ടി നടപ്പാക്കും. ഏത് രാത്രിയും കൊല്ലത്ത് ഇറങ്ങി നടക്കാൻ പറ്റുന്ന കുടുംബവുമായി ഇറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യം LDF സ്ഥാനാർത്ഥി കൊല്ലത്തെ തള്ളിപ്പറയുക. കൊല്ലത്തോട് യാതൊരു ആത്മാർത്ഥതയില്ല, കൊല്ലത്തെ വികസനത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല, കൊല്ലത്തെ വികസനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സ്വപ്നങ്ങളില്ല, കൊല്ലത്തെ വികസന ആവശ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ധിക്കാരപരമായി പറയുന്നതാണ്. ESI മെഡിക്കൽ കോളേജ് കൊല്ലം നഗരത്തിന് വരുന്നത് തടയാൻ ഈ LDFന് എങ്ങനെ കഴിഞ്ഞു, CPMന് എങ്ങനെ കഴിഞ്ഞു? വീണ ജോർജ് അവരൊരു സ്ത്രീയല്ലേ, അവർക്ക് എങ്ങനെ കഴിഞ്ഞു? 10 വർഷത്തെ LDFന്റെ ഭരണം കൊണ്ട് കശുവണ്ടി വ്യവസായത്തിന് ശവപ്പറമ്പാക്കി കൊല്ലത്തെ മാറ്റി. കാഷ്യൂ കോർപ്പറേഷന് വെള്ളാനയായി. CPM നേതാക്കന്മാർക്ക് പണം അടിച്ചു മാറ്റാൻ മാത്രമുള്ള സ്ഥാപനമായി മാറിയെന്ന് തൊഴിലാളികൾ നെഞ്ചിൽ കൈവച്ച് പറയാൻ തുടങ്ങിയിട്ട് കാലമാണ്. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്ന കണക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ UDF നേതാക്കന്മാരുടെ PR വർക്ക് ഇപ്പം AKG സെൻറ്ററിൽ നിന്നാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്നതെല്ലാം ബുമറാങ് പോലെ അവർക്ക് വധിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം. സ്വാതന്ത്ര്യ ദിനത്തിൽ പാലക്കാട് സ്കൂളിൽ പതാക ഉയർത്തിയ മോഹൻ ഭാഗവത്, RSSന്റെ സർസംഘചാലക്, ഈ കേരളത്തിൽ, അതും കേരളത്തിൽ, UP യിലല്ല, കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ. കൊല്ലം നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിൽ ഇത്രയും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവ് വേറെ ഇല്ല. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അർഹതയ്ക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണേണ്ടത്, അല്ലേ? തീർച്ചയായും. അപ്പോൾ അങ്ങനെ നമുക്കൊരു സ്ഥാനാർത്ഥിത്വം കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിനകത്ത് ഒരുപാട് ഈ ആശയങ്ങളും ഒക്കെ കാണുമല്ലോ. എന്തായിരിക്കും നമ്മളിനൊരു ഇലക്ഷനെ ഫേസ് ചെയ്ത് ജയിച്ച് MLA ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ ഒരു അനുകൂല സാഹചര്യമുണ്ട്, UDFൻ്റെ ഒരു ഗവൺമെൻറ് വരാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗവൺമെൻറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ, ഒരു MLA ആയാൽ, പിന്നെ ദൈവനിശ്ചയം പോലെ മറ്റെന്തെങ്കിലും കൂടെയൊക്കെ ആയാൽ നമ്മളെന്താണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്? താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ സത്യത്തിൽ കഴിഞ്ഞ 5 വർഷം ഞാൻ തോൽക്കുന്നത് കഴിഞ്ഞ മെയ് 2-നായിരുന്നു. അന്ന് തന്നെ പിന്നെ അധികം പോലെ കുറച്ച് പാർട്ടിക്കാരെല്ലാവരും ഒക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തൊട്ട് ഞാൻ ഈ മണ്ഡലത്തിൽ ഇറങ്ങിയതാണ്. എല്ലാവരും ചേർത്ത് പിടിച്ചു. ചെറിയ വോട്ടിലല്ലേ തോറ്റത്, വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. അത്തരം വാക്കുകൾ പലയിടം ഞാൻ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്നടക്കം കിട്ടിയപ്പോൾ സജീവമായി തന്നെ നിൽക്കാൻ തോന്നി. കാരണം പിന്നീടുള്ള ഓരോ ദിവസവും സ്വന്തം വീട് പോലെ, സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ ഭൂരിപക്ഷം ആളുകളെയും അടുത്ത് കാണാനും എടുക്കാനും അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഇടപഴകാനും ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല കേട്ടോ. 5 വർഷം ഇത്ര പെട്ടെന്ന് പോകുന്നു. ഞാൻ ഓർത്തു, ദൈവമേ, നാളെ എന്തിനെ കുറിച്ച് നമുക്ക് നിശ്ചയമില്ല. കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം, കർമ്മഫലം ഈശ്വരൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്കിലും ഏത് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് ഇത്രയും വോട്ട് തന്ന ആളുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ള ഇതുകൊണ്ട് നിന്നു. തീർച്ചയായും ഇപ്പോൾ പാർട്ടി അത് അംഗീകരിച്ച് സ്ഥാനാർത്ഥിത്വം തന്നതിൽ അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട്. വലിയൊരു ഉത്തരവാദിത്വമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന, അല്ലെങ്കിൽ മുന്നണി അധികാരത്തിൽ വരാൻ, UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ട്. തീർച്ചയായും അതിനൊപ്പം അതിലാദ്യം ജയിക്കുന്ന സീറ്റുകളിലൊന്നായി കൊല്ലത്തെ മാറ്റാനുള്ള കഠിനാധ്വാനത്തിലാണ് ഞാനും കൊല്ലത്തെ സഹപ്രവർത്തകരും, UDFൻ്റെ സഹപ്രവർത്തകരും, ഞങ്ങളെല്ലാവരും ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സൂചിപ്പിച്ചതുപോലെ ജയിച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ കൊല്ലത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ, ഇപ്പോൾ എൻ്റെ നാട് ജനിച്ചു വളർന്നത് ചാത്തന്നൂരിനടുത്ത് കട്ടച്ചൽ എന്ന് പറയുന്ന സ്ഥലമാണ്. എങ്കിലും കൊല്ലം നമ്മുടെ സ്വന്തമാണ്. കാരണം കൊല്ലത്ത് ചാത്തന്നൂർ അടുത്ത് കട്ടച്ചൽ, കൊല്ലത്തെ കട്ടച്ചൽ, അതാണ് നമ്മുടെയൊക്കെ. പിന്നെ 15 വയസ്സ് മുതൽ ഈ നഗരത്തിലാണ് ഞാൻ.
ഇടയ്ക്ക് LLBക്കൊക്കെ പഠിക്കാൻ പോയ LLB കൊല്ലത്തെ എസ് എൻ കോളേജിലൊക്കെ അല്ലേ പഠിച്ചത്? വിമൻസ് കോളേജിലും എസ് എൻ കോളേജിലുമാണ് പഠിച്ചത്. അന്ന് മുഴുവൻ സമയ രാഷ്ട്രീയം അപ്പം തന്നെയാണ്, ഡിഗ്രി സമയത്ത് തുടങ്ങിയതാണ്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ശരിക്കും ഒരു സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവിടെയാണ്. ചെറുപ്പം മുതലേ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുമെങ്കിലും നേതൃപദവിയിലേക്ക് ആദ്യം കടന്നു വന്നത് KSU യൂണിറ്റ് സെക്രട്ടറി എന്ന നിലയിലാണ്. അതിൻ്റെ ആ അർത്ഥത്തിൽ എൻ്റെ രാഷ്ട്രീയം വെച്ചത് കൊല്ലം നഗരത്തിലാണ്. അതിനുശേഷം കൊല്ലം നഗരത്തുമായി ബന്ധപ്പെട്ടാണ് KSU പ്രവർത്തനത്തിനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിനും പിന്നീട് മാള കോൺഗ്രസ് പ്രവർത്തനം ആയപ്പോഴേക്കും എൻ്റെ സെൻറ്റർ ഓഫ് വർക്ക് എന്ന് പറയുന്നത് കൊല്ലം തന്നെയാണ്. പിന്നീട് കൊല്ലത്ത് സ്ഥിരതാമസമാകുന്നത് 2016 ഡിസംബർ മാസത്തിലാണ്. അപ്പോഴാണ് കൊല്ലം DCCയുടെ പ്രസിഡൻ്റായി ചുമതലയേറ്റത്. അന്ന് മുതലാണ് ഇവിടെ ഞാൻ താമസമാക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിന് ശേഷമാണ് മുഴുവൻ സമയം ഒരു കൊല്ലത്തെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടൊരു ആത്മവിശ്വാസമുണ്ട് കൊല്ലത്തെ ജനങ്ങൾ കൈവിടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊല്ലത്തെ പ്രകൃതി കനിഞ്ഞ് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ കൊല്ലത്തിനുണ്ട്. അത് യഥാവിധി വിനിയോഗിക്കാതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയും നിശ്ചയദാർഢ്യത്തിൻ്റെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ കൊല്ലത്തെ ബ്രാൻഡാക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 1, 2 എന്ന് പറഞ്ഞാൽ എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ആദ്യമായി കൊല്ലത്തെ ഒരു നോളജ് സിറ്റി ആക്കാൻ, ഒരു എന്താ പറയുക, എഡ്യൂക്കേഷണൽ ഹബ്ബാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും തൊഴിലാവശ്യങ്ങളുമായി നാട് വിട്ടു പോകുന്നത്. അതിന്ന് കേരളത്തിലൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. കൊല്ലം അടക്കമുള്ള എല്ലാ പ്രദേശവും വീടുകളിൽ നമ്മൾ ഓരോ വീട്ടിലും ദിവസം ഒരുപാട് വീടുകളിൽ പോകുന്നു. മിക്കവാറും വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രധാന കാരണമായി പുറത്തൊക്കെ പോകാൻ എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ പോലും അതിനേക്കാൾ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ അവസരങ്ങൾ നമ്മുടെ സമൂഹത്തിലില്ല. നമ്മളൊക്കെ പഠിക്കുമ്പോൾ, ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ കൃത്യമായി പരീക്ഷ നടക്കും. ഇപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്ന പ്രീ ഡിഗ്രി LLB LLM ഒക്കെ പഠിച്ചു. അതുപോലല്ല ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലെ പരീക്ഷ എന്നപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്നത് 6th സെമ്മാണ്. അവൻ്റെ എക്സാം നടക്കാൻ പോണത് 4th സെമ്മാണ്. 2-3 സെം അല്ലെങ്കിൽ ഒരു വർഷമാണൊന്നും പെൻഡിങ് എടുത്താണ്. എപ്പോഴാണ് എക്സാം വരുന്നതിനെ കുറിച്ച് യാതൊരു നിശ്ചയമില്ല. മുമ്പ് സ്കൂളിൽ മാർച്ചിൽ എക്സാം നടക്കും, കോളേജിൽ ഏപ്രിലിൽ എക്സാം നടക്കും, വൈവയൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത മാസം നടക്കും. ഇപ്പോൾ ഇതൊന്നുമില്ല. വിദ്യാഭ്യാസ രംഗത്തെ അമിതമായി രാഷ്ട്രീയവൽക്കരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യച്യുതിയാണ് ഇന്ന് 10 വർഷക്കാലത്തെ പിണറായി വിജയൻ ഭരണം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. നേരാവണ്ണം വഴക്കുല ആരെഴുതിയതെന്ന് അറിയാത്തവർക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. അത് അവരെഴുതി തീസിസ് കൊടുക്കാൻ മാത്രമല്ല, പരിശോധിക്കാൻ ഗൈഡുമാരെത്ര, ഇവരെല്ലാം പരിശോധിച്ചിട്ടും അവർക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്നു പറയുമ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എത്രത്തോളം താണു പോകുന്നു. എല്ലായിടത്തും ഒരുപാട് എന്ന് വെച്ചാൽ നല്ല വിദ്യാഭ്യാസം അവസരങ്ങൾ കൊടുക്കുന്ന ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ, പക്ഷേ പുഴുക്കുത്തുകൾ ഒരുപാട് ഈ രംഗത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അതും ഒരു പരിധിവരെ നേരെ പരീക്ഷ എഴുതാത്തവനെ ജയിപ്പിക്കുന്നു, BCom തോറ്റവനെ MCom അഡ്മിഷൻ കൊടുക്കുന്നു. എന്തൊക്കെ ഈ കാലയളവിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൊല്ലത്തെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കുക, ഒരു നോളജ് സിറ്റി ആക്കുവാനുള്ള മാറുന്ന കാലഘട്ടത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരു വലിയ സാധ്യത ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇൻഫർമേഷൻ ടെക്നോളജി ആണല്ലോ, AI അടക്കമുള്ള ഒട്ടനവധി നൂതനങ്ങളായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനനുസൃതമായുള്ള ജോബ് ഫെസിലിറ്റീസ്, അതായത് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ പലതുമൊക്കെ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഫുൾ ടൈം ഹൈ സ്പീഡ് നെറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്ത്, അതെല്ലാം ഞങ്ങൾ ഊരാളുങ്കലിന് വാടകയ്ക്ക് കൊടുക്കുക. അതെ, അതാണ് ഈ നമ്മുടെ അവിടെ മോഡിജി നവരത്ന കമ്പനികളടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നത് പോലെ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ന്യായമായി സംശയിക്കുന്നുണ്ട്. ഊരാളുങ്കൽ എന്ന് പറയുന്ന ഇവരുടെ ബിനാമി ഏർപ്പാടാണ്. അത് കൂടുതൽ മിക്കവാറും അടുത്ത സർക്കാർ വന്ന് വളരെ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തു വരും. നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് പ്രതിപക്ഷം ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ പറയുന്നു. ഈ ഊരാളുങ്കലിൻ്റെ കാര്യവും ഒക്കെ ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. ഈ അടുത്തൊരു സർക്കാർ UDFൻ്റെ വന്നാൽ ഇതിനകത്തൊക്കെ ഒരു അന്വേഷണം കാര്യമായിട്ട് കാണുമോ? ജനങ്ങളത് ആഗ്രഹിക്കുന്നു. തീർച്ചയായും ചെയ്യും. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ജനങ്ങളുടേതാണ്. ഇതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ശ്രീ പിണറായി വിജയൻ്റെയോ മറ്റേതെങ്കിലും മന്ത്രിമാരുടേതോ അല്ല. നമ്മളടക്കമുള്ള സാധാരണക്കാരായ ആളുകൾ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ചില്ലിക്കാശുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഖജനാവ് നിറയ്ക്കുന്നത്. ആപത്തായി കിടക്കുന്ന വീട്ടിലും ടാക്സ് അടയ്ക്കാതിരിക്കാൻ പറ്റില്ല.
അങ്ങനെ എല്ലാവരും അസുഖമായി കിടക്കുന്നവർക്ക് പോലും ടാക്സ് അടക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും കൊടുക്കുന്ന ഖജനാവിലെ പണം എടുത്ത് ധൂർത്തടിക്കുകയും ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും വാരി കൊടുക്കുകയും ചെയ്യുന്ന ആ സാഹചര്യം തീർച്ചയായും അന്വേഷിച്ചേ മതിയാവും, അത് അവസാനിപ്പിച്ചേ മതിയാവും. അത്തരം കാര്യങ്ങളിലൊക്കെ UDF പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അത്തരം സർക്കാർ സംവിധാനങ്ങൾ ജോലിക്കുള്ള വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോം ഇപ്പം കേരളത്തിന് പരിചിതമായൊരു എന്താ പറയുക, ഒരു സംവിധാനമാണ് അത്. അത്തരം ഉള്ള സാധ്യതകൾ ആലോചിക്കും. കൊല്ലം, നമുക്ക് കന്യാകുമാരി നമ്മൾ പോകും പ്രഭാതം കാണാൻ അല്ലേ, സൺറൈസിന് ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്നത്. നമ്മുടെ കൊല്ലത്തേക്ക് നമുക്ക് സൺസെറ്റ് സിറ്റി ആക്കണം. തീർച്ചയായിട്ടും ഞങ്ങളുടെ തിരുമുല്ലവാരും ഒക്കെ എന്ത് മനോഹരമാണ് സൺസെറ്റിൻ്റെ. തിരുമുല്ല, നമ്മുടെ ദേവളി പാലത്തിൽ പോയി എല്ലാം നമ്മുടെ ഈ ചുറ്റുവട്ടത്തെല്ലാം പ്രകൃതി അനുഗ്രഹിച്ച ഒരു ഇടമാണ് കൊല്ലം. അപ്പോൾ ഈ പുണ്യഭൂമി ചുമ്മാതല്ലല്ലോ വേണാട്ടരജന്മാർ തലസ്ഥാനമാക്കിയത്. അതിൻ്റെ പ്രൗഢി നമുക്ക് തിരികെ കൊണ്ടുവരണം, ഗരിമ നമുക്ക് തിരികെ പിടിക്കണം. അതിനുള്ള എല്ലാ സാധ്യതകളും ചെയ്യും. പിന്നെ നമുക്ക് ജലാശയങ്ങൾ നമ്മുടെ ചുറ്റും, കായലും കടലും തോടും എല്ലാം ഉണ്ട്. ഇവരിത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമുക്ക് ഇതിനെയൊക്കെ ഒരു എന്താ പറയുക, ടൂറിസത്തിൻ്റെ സാധ്യതകൾ 24/7 കൊല്ലം നഗരത്തിൽ. ഇപ്പോൾ പകലുകൾ എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതമാണ്. നൈറ്റ് ലൈഫിന് പറ്റിയുള്ള നൈറ്റ് ലൈഫ് എക്കണോമിയെക്കുറിച്ച് അതിനുള്ള സാധ്യതയല്ല നടപ്പാക്കും. സാധ്യതകൾ ഒരുപാട് കിടപ്പുണ്ട്. അത് ഇച്ഛാശക്തിയോടുകൂടി നമ്മൾ കൊല്ലത്തിന് വേണ്ടി നടപ്പാക്കും. ഏത് രാത്രിയും കൊല്ലത്ത് ഇറങ്ങി നടക്കാൻ പറ്റുന്ന കുടുംബവുമായി ഇറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യം, അത് കായൽക്കരയിലൊക്കെ നല്ല വർണ്ണശബളമായ ലൈറ്റുകളൊക്കെ ഇട്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള സംവിധാനവും ഒരുക്കി കൊടുത്ത് നമ്മുടെ കൊല്ലം നഗരത്തെ നമ്മൾ ലോകത്തിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമായി കൊല്ലത്തെ മാറ്റണം. കൊല്ലം നഗരവും അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ മലയോര മേഖല ഉൾപ്പെടെ കണക്ട് ചെയ്താൽ വലിയ ടൂറിസ്റ്റ് സർക്യൂട്ട്. ഞാൻ ആലോചിക്കുക, CPMൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ബഡ്ജറ്റുകളൊക്കെ പരിശോധിച്ചാൽ അതിൽ പലതിലും ഇത്തരത്തിലുള്ള പല തേൻ പുരട്ടിയ പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷെ ഒന്നും നടപ്പിലാക്കില്ല. എന്തിനാ ആളുകളെ ഇങ്ങനെ പറ്റിക്കുന്നത്? ആന കൊടുത്താൽ ആശ കൊടുക്കരുതെന്നാണ് പൂർവികർ പറഞ്ഞിട്ടുള്ളത്. ഇവർ ആശ ഒരുപാട് തന്നു, പക്ഷേ കാര്യങ്ങളൊന്നും തന്നില്ല. അപ്പം നമ്മുടെ നാടിനെ, നമ്മുടെ കൊല്ലത്തെ ലോകം ശ്രദ്ധിക്കുന്ന ഒരിടമായി മാറ്റണം. ഒരുപാട് പാരമ്പര്യവും ഒരുപാട് സാംസ്കാരിക ലെഗസിയുമുള്ള നമുക്ക് മഹിതമായ പാരമ്പര്യമുള്ള ഒരു നാടാണ് കൊല്ലം. ഈ കൊല്ലത്തെ എല്ലാവരും അറിയുന്ന, ഇവിടുത്തെ ജനങ്ങൾക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരിടമാക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ജില്ലാ ആശുപത്രിയിൽ പോയാൽ സത്യം പറഞ്ഞാൽ കണ്ണ് നനയാതെ തിരിച്ചു വരാൻ പറ്റില്ല. നമ്മൾ മിക്കവാറും പോകുന്ന ആരെങ്കിലും ആശുപത്രി കിടക്കുന്നവരെ കാണാനായിരിക്കും. ചിലപ്പോൾ ചികിത്സ കിട്ടാതെ വരുന്നതിന് തുടർന്ന് ആളുകളുടെ ഫോൺ ചെയ്യും. അവിടെ ചെന്നാൽ നമുക്കൊന്ന് സ്കാൻ ചെയ്യണമെങ്കിൽ പുറത്തേ പോകാൻ പറ്റും. ചില സമയത്തൊക്കെ പാരസിറ്റമോൾ ഇൻഫ്യൂഷൻ പോലും അവിടെ കിട്ടാറില്ല. ഈ മരുന്നുകൾ മുഴുവൻ കുറിച്ചു കൊടുക്കുന്നത് പുറത്തുനിന്ന്. ഒന്ന് ഓർത്ത് നോക്കൂ, പട്ടിണി പാവങ്ങളല്ലേ അങ്ങോട്ട് പോകുന്നത്. എന്തെങ്കിലും 10 പൈസ കയ്യിലെടുക്കാനുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവരുടെ ലളിതമായ രീതിയാണ്. അതായത് ലളിതം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന് അവർ പറയുന്ന ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുത്തുകൊണ്ട് പോകും. അവർ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. ബൈസ്റ്റാൻഡേഴ്സ് ജസ്റ്റ് കൂടെ നിന്നാൽ മതി. സർക്കാർ ആശുപത്രിയിൽ അങ്ങനെ അല്ല, നെട്ടോട്ടമാണ്. ഒന്ന് ഇവിടെയാണെങ്കിൽ അടുത്ത ഊറെടുത്തായിരിക്കും. അവിടെ ചെന്ന് ഒരാളോട് എന്താ ചെയ്യേണ്ട സംശയം ചോദിച്ചാൽ സംശയ നിവാരണത്തിന് പോലും കാര്യമായ മറുപടി. അത് അവരുടെ കുറ്റമല്ല. ഞാൻ വളരെ അടിവരയിട്ട് പറയുന്നു, നമ്മുടെ ആശുപത്രി ജീവനക്കാർ പലപ്പോഴും നമ്മളോടൊക്കെ പരാതി പറയുന്നത് ആശുപത്രി ജീവനക്കാർ മോശമായി പെരുമാറുന്നു, ജീവനക്കാരുടെ കുറവുണ്ട്. അതാ ഞാൻ പറയുന്നത്. അത് അവരുടെ, ഇപ്പം ഏതൊരു വ്യക്തിയായാലും ചെയ്യാൻ പറ്റുന്ന ജോലിക്ക് കണക്കില്ലേ. നഴ്സുമാരായാലും അറ്റൻഡർമാരായാലും ഡോക്ടർമാരായാലും ഒരു ആശുപത്രിയിൽ ആവശ്യമുള്ളതിൻ്റെ 10% ആളുകളേ ഉള്ളൂ. അവർ ഇരട്ടി പണിയെടുക്കുമോ? സ്വാഭാവിക മനുഷ്യരാണ്, അതിൻ്റെതായ പ്രയാസം. ഈ ആശുപത്രിയുടെയും ചികിത്സയുടെയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചോദിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവരിപ്പം ഈ LDF സർക്കാർ ഏറ്റവും കൂടുതൽ അങ്ങ് പുകഴ്ത്തി പറയുന്നത് ലോകോത്തര നിലവാരമാണ് നമ്മുടെ ഇവിടുത്തെ ആരോഗ്യരംഗത്തിനെന്നാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ESIയുടെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു കേസ് വന്നപ്പോൾ ആ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പം നമുക്കിവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞത് കൊട്ടിയത്ത് കൊടുക്കാവുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ കമ്പനിയിൽ കൊട്ടിയവും പാരിപ്പള്ളിയും തമ്മിൽ എന്തോ ദൂരമുണ്ട്. അപ്പോൾ ഒരു സാമാന്യ മര്യാദയ്ക്ക് പാരിപ്പള്ളി ഒരു മെഡിക്കൽ കോളേജ് ഉള്ളപ്പം ESIയുടെ ഒരു മെഡിക്കൽ കോളേജിന് കൊട്ടിയത്ത് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? ഇവിടെ എന്താ കൊടുക്കാത്തത്? അവർ കൊല്ലത്ത് മത്സരിക്കാൻ വരുന്ന LDF സ്ഥാനാർത്ഥി കൊല്ലത്തെ തള്ളി പറയുക.
കൊല്ലത്തോട് യാതൊരു ആത്മാർത്ഥതയില്ല, കൊല്ലത്തെ വികസനത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല, കൊല്ലത്തെ വികസനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സ്വപ്നങ്ങളില്ല, കൊല്ലത്തെ വികസന ആവശ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ധിക്കാരപരമായി പറയുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ പറയാന്നില്ല, ഇത് ഞങ്ങൾ പിന്നെ ആലോചിക്കും, ഇവിടെ വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവരും. ഈ ESI ആശുപത്രി ക്രൂരതയാണ്. LDF സർക്കാർ, ശ്രീ പിണറായി വിജയൻ്റെ സർക്കാരും CPMൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൊല്ല ജനതയോട് കാണിച്ച ക്രൂരതയാണ് ESI മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കിയത്. ഓർക്കുന്നില്ലേ, മുമ്പ് നമ്മുടെ നേതാക്കന്മാർ, ശ്രീ പീതാംബരക്കുറുപ്പ് MP ആയിരുന്നപ്പോൾ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ, സുരേഷ് ബാബുണ്ണ ESI ഡയറക്ടറായിരുന്നപ്പോൾ, അവരുടെ എല്ലാം ആത്മാർത്ഥമായ ശ്രമഫലമായിട്ട് കേരള സർക്കാരും കൊണ്ട് പിന്തുണച്ച് ESI മെഡിക്കൽ കോളേജ് വന്നതാണ്. അതാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആവശ്യമായ കെട്ടിടങ്ങളും മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് അത് ഡോക്ടർ മൻമോഹൻ സിംഗ്ജിയുടെ ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്നതാണ്. പിന്നീട് അത് പൂർത്തിയാകുന്നതിന് മുമ്പ് ഏതാണ്ട് കെട്ടിടങ്ങളൊക്കെ പണി തീരാറായപ്പോഴാണ് ഗവൺമെൻറ് മാറി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്ന് അവരാ നയം മാറ്റി. പാവങ്ങൾക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കാനുള്ള പദ്ധതി ESI കോർപ്പറേഷൻ അവസാനിപ്പിച്ചു. അങ്ങനെയാണ് നിരന്തരം ഞങ്ങളൊക്കെ പോയി എത്ര സമരം നടത്തിയിട്ട് നിരന്തര സമരങ്ങൾ നടത്തിയിട്ടാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു നയം മാറ്റി 9 ESI മെഡിക്കൽ കോളേജുകൾ രാജ്യത്ത് ആരംഭിക്കാൻ തീരുമാനമെടുത്തു. നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ പ്രത്യേകിച്ചും കൊല്ലത്തിന് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ജയിപ്പിച്ച് വിട്ട ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഗൃഹപാഠം ചെയ്ത് കൃത്യമായി പാർലമെൻറ്റിൽ മികവോടെ അവതരിപ്പിച്ചത് നേടിയെടുക്കാൻ കഴിവുള്ള നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രൻ ആ 9-1 കൊല്ലത്തിന് കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും അത് പശ്ചാത്തലം കൂടി പറയുന്നു. ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയത് ഞങ്ങളെല്ലാം ചെയ്തിട്ട് നഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് 9-1 അവകാശികൾ കൊല്ലംകാരാണെന്ന കൃത്യമായ നിലപാട് കൊല്ലം നഗരത്തിലേക്ക് ESI മെഡിക്കൽ കോളേജ് കൊണ്ടുവരാനാണ് അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചത്. അത് സംബന്ധിച്ച് നാഷണൽ ഹെൽത്ത് കമ്മീഷനാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യേണ്ട നിയമപരമായ ബാധ്യതകൾ. ഹെൽത്ത് കമ്മീഷൻ ഡയറക്ടർ അടക്കം ESI ഡയറക്ടർ അടക്കം കേരള സർക്കാരിന് കത്തയച്ചു. എന്നിട്ട് നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് നമ്മുടെ MP നേരിട്ട് മുഖ്യമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പലതവണ പറഞ്ഞു. നമ്മുടെ MP ഒരു പ്രത്യേകത ആണെന്ന് അറിയാമല്ലോ, അദ്ദേഹം പിന്നെ പാർലമെൻറ്റ് ഒരു ദിവസവും കളയത്തില്ല. 100% അറ്റൻഡൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പാർലമെൻ്ററി പ്രവർത്തനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് പോലും ഇക്കഴിഞ്ഞ ഫെബ്രുവരി 3-ാം തീയതി അദ്ദേഹം പാർലമെൻറ്റ് ഒഴിവാക്കി തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രിയെ ഗവൺമെൻറ്റിനെ കണ്ടു. കാര്യം SSLC സർട്ടിഫിക്കറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റാണ്. അതിനുമുമ്പ് ജനുവരി 28 ഡേറ്റ്, ഇവർ കൊടുത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കൊല്ലം ജില്ലയിലെ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ അവർക്ക് ESI ആനുകൂല്യം കിട്ടാൻ ഇവർ തൊഴിൽ കൊടുക്കുന്നില്ല. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടൊന്നും ഇവർ 10 വർഷമായിട്ട് MLA ആക്കി ഒരാൾ അറിഞ്ഞില്ല. അത് വേറെ കേസാണ്. CPM കൊല്ലം ജനതയോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ്, ദ്രോഹമാണ് അത്തരം ഒരാളിന് MLA ആക്കിയത്. അതെ അതെ, അത്തരമൊരു പാർട്ടി ടിക്കറ്റ് കൊടുക്കുന്നത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണല്ലോ ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്. അങ്ങനെ എന്നിട്ട് SSLC സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മുടെ ഈ നഗരത്തിലെ എല്ലാ തുണി കട, ടെക്സ്റ്റൈൽസിൽ ഉൾപ്പെടെ എല്ലാ കടകളിലും ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമപരിധി വരുന്നവർക്ക് അവർക്കൊക്കെ ESI ഉണ്ട്. അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചു വന്ന് MBBS. ഇപ്പം സാധാരണക്കാർക്ക് എന്തായാലും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ കോടികൾ കൊടുത്ത് MBBSന് പഠിപ്പിക്കാൻ കഴിയില്ല. പുറം രാജ്യത്തേക്ക് വിട്ട് പുറം സംസ്ഥാനങ്ങളിലേക്ക് വിട്ട് പഠിപ്പിക്കാൻ നിവൃത്തിയില്ല. അത്തരം ആളുകളും മിടുക്കരായ കുഞ്ഞുങ്ങൾക്ക് ESI മെഡിക്കൽ കോളേജ് സൗജന്യമായി പഠിക്കാനുള്ള അവസരമാണ് ഇവരില്ലാതാക്കിയത്, ഈ LDF ഇല്ലാതാക്കിയത്. മാത്രമോ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ESI ആനുകൂല്യമുള്ള തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ കിട്ടാനുള്ള അവസരമാണ് ഇല്ലാതാക്കിയത്. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ESI മെഡിക്കൽ കോളേജ് വന്നാൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് എത്ര ചികിത്സാവസരം ഇവരൊട്ട് ചെയ്തു കൊടുക്കത്തുമില്ല. എന്നാൽ ആരെങ്കിലും ചെയ്യുന്നതിന് ഇല്ലാതാക്കാൻ. അല്ല, അതിനൊരു വേറെ കാര്യം പറഞ്ഞു കേൾക്കുന്നത്, എനിക്ക് എത്രത്തോളം വാസ്തവമുണ്ടെന്ന് എനിക്ക് അവിടെ പറഞ്ഞു കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇവരുടെ ഉടമസ്ഥതയിലുള്ള NS ആശുപത്രിയെ സഹായിക്കാനായിട്ടുള്ളൊരു നിലപാടാണെന്ന് പറയുന്നു. അത് ആ കേൾവി സത്യമാണെന്നാണ് കൊല്ലത്തെ ജനത ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. സൗജന്യമായി ഏറ്റവും വിദഗ്ധ ചികിത്സ ഇവിടെ കിട്ടുകയാണെങ്കിൽ അവർ കച്ചവട മനോഭാവത്തോടുകൂടി നടത്തുന്ന അവരുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ആശുപത്രിയെ സംരക്ഷിക്കാൻ അവർക്ക് തൊഴിലാളികളല്ല. തൊഴിലാളികളുടെ കണ്ണുനീരോ വേദനയോ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം ഇപ്പോൾ കേരളത്തിൽ കുറവാണെന്നാണ് ആളുകളെല്ലാം പറയും. നമുക്കും നിരീക്ഷിക്കുമ്പോൾ അതാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ ഒരു ESI മെഡിക്കൽ കോളേജ് കൊല്ലം നഗരത്തിന് വരുന്നത് തടയാൻ ഈ LDFന് എങ്ങനെ കഴിഞ്ഞു, CPMന് എങ്ങനെ കഴിഞ്ഞു? വീണ ജോർജ് അവരൊരു സ്ത്രീയല്ലേ, അവർക്ക് എങ്ങനെ കഴിയുന്നു? സ്ത്രീ എന്ന് ഞാൻ പറയും, സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് അനുകമ്പ കുറച്ചുകൂടെ വരേണ്ട ഒരു വിഭാഗമാണ്, കുറച്ചുകൂടെ ഇമോഷണൽ ആണ് ആ ഒരു അർത്ഥത്തിലാണ്. ഒരാളുടെ വേദന കണ്ടാൽ പെട്ടെന്ന് കണ്ണ് നനയും, അല്ലെ പെട്ടെന്ന് ഇടപെടാൻ എല്ലാ മനുഷ്യർക്കും ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് അല്പം കൂടുതലാണ് വിശ്വാസത്തിന് പുറത്താ, അല്ലാതെ സ്ത്രീയായി വേറൊരു രീതി പറയല്ല. അപ്പോൾ ഇനിയിപ്പം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഗവൺമെൻറ് വന്നാൽ ആ ESI മെഡിക്കൽ കോളേജ് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. കേരളത്തിൽ
ഈ തിരുവനന്തപുരം അങ്ങനെയൊക്കെ ഒരു പിന്നെ ആലപ്പുഴയൊക്കെ നോക്കുമ്പോഴേ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാത്തൊരു ജില്ലയാണ് കൊല്ലം. നമുക്കിവിടെ ഒരുപാട് കണ്ണാശുപത്രി, വിക്ടോറിയ ഹോസ്പിറ്റൽ, ക്ഷയരോഗ ആശുപത്രി, പിന്നാണെന്നുണ്ടെങ്കിൽ കാട്ടമ്പള്ളിയിൽ ഒരു 10-17 ഏക്കർ സ്ഥലമുണ്ട്. പണ്ട് പിന്നെ കേരളത്തിൻ്റെ ഡോക്ടറൊക്കെ ഒരു കാലത്ത് പുള്ളി പറയാൻ ഒരു ഫ്ലൈ ഓവർ പണിഞ്ഞ് ഇങ്ങോട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇത് ജനറൽ ഹോസ്പിറ്റലാക്കണമെന്നൊക്കെ അങ്ങനെ വല്ല ഐഡിയയും. തീർച്ചയായും ഞങ്ങൾ അധികാരത്തിൽ വന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ കൊല്ലം ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്തും. അനുബന്ധ ബാക്കി ആശുപത്രികളും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങളും അതോടൊപ്പം ഔദ്യോഗികമായി അതിന് വേണ്ടുന്ന മാറ്റങ്ങളും ഞങ്ങൾ ശ്രമിക്കുക. അത് ഞങ്ങളുടെ നിലപാടാണ്, നിശ്ചയദാർഢ്യമാണ്. ജനങ്ങൾക്ക് ഉപയോഗം എന്താണോ കൊല്ലം നഗരവാസികൾക്ക് ആവശ്യം, കൊല്ലം ജനതയ്ക്ക്, പ്രത്യേകിച്ച് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ എല്ലായിടത്തും ചെയ്യും, പ്രത്യേകിച്ച് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഉള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ അവർ ചോദിക്കാതെ തന്നെ നടത്തി കൊടുക്കുന്ന ഒരു സർക്കാരും ജനപ്രതിനിധിയും ആകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ നമ്മുടെ കൊല്ലത്തെപ്പറ്റി പറയുമ്പോൾ എല്ലാ കാലത്തും എല്ലാവരും പറയും പരമ്പരാഗത തൊഴിൽ മേഖലയെപ്പറ്റി പറയും. കൊല്ലത്തെ പരമ്പരാഗത തൊഴിൽ മേഖല ഈ കശുവണ്ടി മേഖലയാണ് പ്രധാനം. പിന്നെ മത്സ്യസമ്പത്തിൻ്റെ മേഖല, ഈ മേഖലയൊക്കെ താറുമാറായി കിടക്കുകയാണല്ലോ. ഇതിൻ്റെ ഒരു പിന്നെ പുനരുദ്ധാരണത്തിനൊക്കെ എന്തെങ്കിലും നടപടി ആലോചിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറയുമ്പോൾ സങ്കടമുണ്ട്. എൻ്റെ അമ്മ ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നു. കൊല്ലം എന്ന് പറഞ്ഞാൽ പര്യായപദമായി പോലും പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലമാണ് കൊല്ലം എന്നാണ്. 10 വർഷത്തെ LDFൻ്റെ ഭരണം കൊണ്ട് കശുവണ്ടി വ്യവസായത്തിൻ്റെ ശവപ്പറമ്പാക്കി കൊല്ലത്തെ മാറ്റി. കാഷ്യൂ കോർപ്പറേഷൻ വെള്ളാനയായി. CPM നേതാക്കന്മാർക്ക് പണം അടിച്ചു മാറ്റാൻ മാത്രമുള്ള സ്ഥാപനമായി മാറിയെന്ന് തൊഴിലാളികൾ നെഞ്ചിൽ കൈവച്ച് പറയാൻ തുടങ്ങിയിട്ട് കാലമേറെ. അവർക്കൊരു കൂസലുമില്ല. ഈ വേളയിൽ ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കും. എന്തിന് ESC ആനുകൂല്യം കിട്ടാൻ വേണ്ടി എപ്പോൾ കശുവണ്ടി തൊഴിലാളികളെ കണ്ടാലും ഓരോ 2 ദിവസത്തെ ജോലി, 3 ദിവസത്തെ ജോലി, എല്ലാം കൂടെ 10 ദിവസത്തെ ജോലി, ആണ്ടിലൊരിക്കൽ തുറക്കും. ഒരു കരുണയും കാണിച്ചിട്ടില്ല. വളരെ ക്രൂരതയാണ് കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികളോട് കാണിച്ചത്. കശുവണ്ടി വ്യവസായത്തെ തകർത്ത് സ്വകാര്യ മേഖലകൾ അടച്ചുപൂട്ടി പോകേണ്ടി വന്നു. 5 പേര്, 1ഉം 2ഉമല്ല, 5 പേരാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അന്യായമുള്ള കശുവണ്ടി മേഖലയോടുള്ള ദ്രോഹം കാരണം ഒരു മുഴം കയറിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. 5 ഇടത്തരം വ്യവസായികൾ. വലിയ വ്യവസായ സംരംഭങ്ങൾ എത്ര പേരാ ഉള്ളത് മുഴുവൻ വിറ്റ് പെറുക്കി കടം തീർക്കേണ്ടിയും ബാങ്കുകൾ തോറും ജപ്തിയുമായി കയറി ഇറങ്ങി നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കഴിയുന്നത് ഈ നഗരത്തിലാണ്. അതോടൊപ്പം തന്നെയാണ് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ. ഓരോ ദിവസവും ചെല്ലുമ്പം എൻ്റെ അമ്മ ജോലി ചെയ്ത മേഖലയാണ്. പക്ഷേ കശുവണ്ടി തൊഴിലാളികളെ കാണുമ്പോൾ തൊഴിലില്ലാതെ വീട്ടുപണിക്ക് പോകുന്നവർ, തൊഴിലുറപ്പിന് പോകുന്നവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി കിട്ടുന്ന ജോലിക്ക് പരക്കം പാഞ്ഞ് നടക്കുന്ന സഹോദരിമാർ, അമ്മമാർ, അവരുടെ കണ്ണുനീരിന് ഇടതുപക്ഷ സർക്കാർ ഉത്തരം പറയേണ്ടി തന്നെ വരും. ഈ LDFൻ്റെ ഒരു പുതിയ മുദ്രാവാക്യമായിട്ട് വന്നിരിക്കുന്നത് LDF അല്ലാതെ വേറെ ആരുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇത് ശരിയാണ്, പല കാര്യങ്ങളും LDF അല്ലാതെ വേറെ ആരുമില്ല. അതെന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അയ്യപ്പൻ്റെ സ്വർണം കെട്ടത് LDF അല്ലാതെ മറ്റാരാ? പെൻഷൻ മുടക്കിയത് LDF അല്ലാതെ മറ്റാരാണ്? പരീക്ഷ താമസിപ്പിച്ചത് LDF അല്ലാതെ മറ്റാരാണ്? ആരോഗ്യരംഗത്ത് ആശുപത്രിയിൽ പോയ കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് LDF അല്ലാതെ മറ്റാരാണ്? ആശുപത്രിയിൽ പോയ പ്രസവിക്കാൻ പോയ കൊച്ചിനെ എടുത്തിട്ട് കത്രിക തിരിച്ച് കെട്ടിവെച്ച കാലഘട്ടം മറ്റാരുടേതാണ്? ഈ പറഞ്ഞതുപോലെ കരുവന്നൂരടക്കം സഹകരണ മേഖല അടിച്ചു മാറ്റിയത് ആരാണ്? വേറെ ആരാണ്? അതുപോലെ എല്ലാ മേഖല, ഏത് മേഖല എടുത്തു നോക്കൂ. തൊഴിൽ, PSC പരീക്ഷ എഴുതി, എഴുത്തു പരീക്ഷയും അതുപോലെ കായികക്ഷമത പരീക്ഷയൊക്കെ പാസ്സായി റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് 1ാം റാങ്ക് കിട്ടിയിട്ട് 1ാം റാങ്കുകാർക്ക് ജോലിയില്ല, പാർട്ടിക്കാർക്ക് ജോലിയുള്ളത് കൊടുത്തത് LDF അല്ലാതെ വേറെ ആരാണ്? ഈ നാട്ടിൽ എത്ര തവണയാണ് റേഷൻ കടയിൽ അരി ഇല്ലാതായത്? റേഷൻ കടയിൽ നിന്ന് പഞ്ചസാരയെ പടിയടച്ച് പിണ്ടം വെച്ചത് LDF അല്ലാതെ വേറെ ആരാണ്? ഈ നാട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾ വില കൂട്ടിയത് LDF അല്ലാതെ വേറെ ആരാണ്? ഈ നാട് മുടിച്ചത് LDF അല്ലാതെ വേറെ ആരാണ്? അപ്പോൾ ഇവർ വീണ്ടും മൂന്നാമതൊരു പ്രാവശ്യവും കൂടെ അധികാരത്തിൽ വന്നാൽ ഈ നാടിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. അങ്ങനെ ഒരെണ്ണത്തിനെ കുറിച്ച് മലയാളി ചിന്തിക്കില്ല. കഴിഞ്ഞ തവണ കൊറോണയും മറ്റ് ചില രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ട് അധികാരത്തിൽ വന്നു എന്ന് വിചാരിച്ച് കേരളത്തിലെ ജനത പ്രബുദ്ധ മലയാളിയാണ്. പ്രബുദ്ധ മലയാളി എന്താ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2021 രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് നോക്കൂ. കേരളത്തിൻ്റെ ജനവികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു? തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ, എല്ലാ ഉപതെരഞ്ഞെടുപ്പും UDF അല്ലേ ജയിച്ചത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ റെക്കോർഡായിട്ടല്ലേ? ഈ കൊല്ലം 30 വർഷക്കാലത്തിനിടയിൽ UDF ഭരിക്കാത്ത കൊല്ലം. ഞങ്ങളൊക്കെ കൊല്ലം കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചാണ് പിടിക്കുമെന്ന് പറഞ്ഞത്.
പരിഹസിച്ചു, ഞങ്ങളെ ആക്ഷേപിച്ചു. ഇപ്പോൾ തന്നെ ഞാൻ സ്ഥാനാർത്ഥിത്വം എൻ്റേത് ജസ്റ്റ് ക്ലിയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ എന്നെ എന്തെല്ലാം ആക്ഷേപിക്കുന്നതെന്നറിയോ? കള്ളക്കഥകൾ, വ്യക്തിപരമായും അല്ല, എല്ലാവരെയും അങ്ങനെയാണ്. വേറെ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു വലിയ അഴിമതി എന്നും പറഞ്ഞ് ഓരോ കള്ളക്കഥകൾ. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്ന കണക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ UDF നേതാക്കന്മാരുടെ PR വർക്ക് ഇപ്പം AKG സെൻറ്ററിൽ നിന്നാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്നതെല്ലാം ബുമറാങ് പോലെ അവർക്ക് പതിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം. അത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ അപമാനിച്ചുകൊണ്ട്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട് എത്ര കാലം പോകാൻ പറ്റും? തീർച്ചയായും അതിന് അന്ത്യം കുറിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ജനത പ്രബുദ്ധരാണ്. കേരളത്തിലെ ജനത UDFനെ മനസ്സാ ഭരിച്ചു കഴിഞ്ഞു. 140 സീറ്റിൽ മഹാഭൂരിപക്ഷം സീറ്റും UDF പിടിക്കും, കൊല്ലം ഉൾപ്പെടെ. അതാണ് ഞങ്ങളുടെ പ്രത്യാശ. നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു, CJP കമ്മ്യൂണിസ്റ്റ് പിന്നെ ജനതാ പാർട്ടി, BJP അതെ, BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് പലയിടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കും. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ മണ്ഡലങ്ങളിലെയും കണക്ക് വെച്ചുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തോട് വ്യക്തമായി പറഞ്ഞു. പല മണ്ഡലങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അവരതിന് ശ്രമിക്കുന്നുണ്ട്. ശ്രീ പിണറായി വിജയൻ, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്ത് അനീതി കാണിച്ചാലും മിണ്ടുവോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ ഡൽഹിയിൽ പോയി സമരം ചെയ്യാം. തെരഞ്ഞെടുപ്പിൻ്റെ ഗിമ്മിക്കല്ലാതെ ഒരു ശ്രീ നരേന്ദ്രമോദിജിക്കെതിരായിട്ടോ BJP RSS നേതാക്കന്മാർക്കെതിരായിട്ടോ ഒന്നും പറയില്ല എന്ന് മാത്രമല്ല, ADGP അജിത് കുമാർ അടക്കമുള്ളവരെ വിട്ട് RSSമായി ധാരണയുണ്ടാക്കാൻ നമ്മൾ കണ്ടതല്ലേ ഏതെല്ലാം കാര്യത്തിൽ. അമിത്ഷാ, ഞാൻ ഓർക്കുക, ഒരിക്കൽ ഞാൻ കണ്ണൂരിൽ നിൽക്കുമ്പോഴാണ്, തൊട്ടടുത്ത ദിവസം അമിത്ഷാ അവിടെ വരുന്നുണ്ട്. തലേന്ന് പോയപ്പം കുണ്ടും കുഴിയായിട്ട് കിടന്ന റോഡ്, പിറ്റേന്ന് നേരം കണ്ണാടി നോക്കുന്ന കണ്ടക്ക് വേറെ ആരെങ്കിലും വന്നാൽ ചെയ്യുമോ? സ്വാതന്ത്ര്യ ദിനത്തിൽ പാലക്കാട് സ്കൂളിൽ പതാക ഉയർത്തിയ മോഹൻ ഭാഗവത്, RSSൻ്റെ സർസംഘചാലക്, ഈ കേരളത്തിൽ, അതും കേരളത്തിൽ, UP യിലല്ല, കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞ അന്നത്തെ കളക്ടർ മേരിക്കുട്ടി IASൻ്റെ സ്ഥലം മാറ്റി പിണറായി ഗവൺമെൻറ്. എത്രത്തോളം RSSന് കാൽച്ചുവട്ടിൽ ഭരണം, കേരള ഭരണം എത്തിച്ചു കൊടുത്തു. ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് അവിടെ നിൽക്കുമ്പോൾ കണ്ടല്ലോ, ഞങ്ങളുടെ മുറികളിലൊക്കെ കയറി റെയ്ഡ് നടത്തി അപമാനിച്ചിട്ട് 2 പേരുടെ CPM BJP കൂടെ എന്തൊരു ബോളമായിരുന്നു. അങ്ങനെ എത്രയോ നമ്മുടെ കൺമുന്നിൽ കണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇതെല്ലാം കൊണ്ടാണ് ഈ CPM നിന്ന് സമീപകാലത്തായിട്ട് ഒരുപാട് പേര് പൈസ പോറ്റി, പിന്നെ G സുധാകരൻ, അങ്ങനെ ഒരുപാട് പേര് പാർട്ടി വിട്ട് പുറത്തു വരികയാണല്ലോ. ഇപ്പം നമ്മുടെ കൊല്ലത്ത് തന്നെ ഉണ്ട് അവരുടെ ഈ അസ്കർ, ഒരുപാട് പേര് പാർട്ടി വിട്ട് പുറത്തു. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അപജയത്തിൻ്റെ കാലമാണ്. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയത്തിൻ്റെ നേർസാക്ഷ്യമാണ് അതൊക്കെ. നമ്മളൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായും ഒരു രാഷ്ട്രീയ ഐഡിയോളജിയിൽ, ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഐഡിയോളജി തകർത്തുകൊണ്ടാണ് കേരളത്തിലെ ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹോദരങ്ങൾ, പല സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറയാറുള്ളത് ഇത് കമ്മ്യൂണിസം അല്ല, പിണറായിസമാണ്. നാട്ടിൽ പലയിടത്തും ഇപ്പോൾ ആളുകൾ അത് പറയുന്നുണ്ട്. ആ നിലയിലേക്ക് മൂലധന സമ്പാദനം, ക്ലാസ്ലെസ് സൊസൈറ്റിക്കായി വാദിക്കുന്നു, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞവർ അതെല്ലാം മാറി വ്യക്തിഗത സമ്പത്ത് ആർജിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിന് അധികാരം എത്രത്തോളം ഉപയോഗിക്കാമെന്നവർ കാണിക്കുന്നു. അവർ ജനങ്ങളുടെ സുരക്ഷിതത്വമോ ജനങ്ങളുടെ ആവശ്യങ്ങളോ ജനങ്ങളുടെ സംരക്ഷണമോ അവർക്ക് വിഷയമല്ല. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും നല്ല ആശയങ്ങളുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരോട് എല്ലാ കാലത്തും നമുക്ക് ബിഗ് സല്യൂട്ടാണ്. പക്ഷേ ഇന്നത്തെ ഭരണകൂടം, ഇന്ന് CPMൻ്റെ നേതൃത്വം ഞാൻ ആലോചിക്കുക, ശ്രീ P ജയരാജനെ കണ്ണൂരിൽ ഒരു വലിയ വ്യക്തിപൂജയുള്ളൊരു സമയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഫ്ലെക്സുകൾ വെച്ചു, അമ്പാടിമുക്ക് സഖാക്കളും പാട്ടിനകത്ത് 2 വരി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അത് അവരിഷ്ടമുള്ളത് അവരെ നേതാക്കൾ. അയ്യോ, വ്യക്തിപൂജ പാടില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ച് വെച്ചവർക്കെതിരെ നടപടിയെടുത്ത്. ഇപ്പം എന്താ, ശ്രീ പിണറായി വിജയനെക്കുറിച്ച് കവിതകൾ എഴുതുന്നു, പാട്ട് പാടുന്നു, തിരുവാതിര കളിക്കുന്നു, പരസ്യം കൊടുക്കുന്നു, പ്രസംഗിക്കുന്നു. എന്ത് ചെയ്താലും ഈ വ്യക്തിപൂജ മതിയാകാത്ത നിലയിൽ. അതാണ് ഒരുപക്ഷെ അവർ പാർട്ടിക്കാർ പിണറായിസം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇത് നാടിനാപത്താണ്. അതിനി ആവർത്തിച്ചു കൊടുക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ നിലനിൽപ്പിന് LDF ഭരണം അവസാനിപ്പിച്ചേ മതിയാകൂ. BJPയും LDFും തമ്മിലുള്ള കൂട്ടുകെട്ടും അവസാനിപ്പിച്ചേ മതിയാകും. കൊല്ലം ജനതയുടെ സഹായം തീർച്ചയായും അതിന് കൊല്ലം ജനതയുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലകളിൽ നിങ്ങളോടൊപ്പം ഒരു കുടുംബാംഗമായി നിലനിന്നു, എന്നും അങ്ങനെ ഉണ്ടാകും. എല്ലാവരുടെയും അനുഗ്രഹം
ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.